നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കെവർക്കും അറിയാം, മലയാളത്തിലെ പ്രമുഖ സിനിമാ നടനായ ശ്രീ സിദ്ദിഖ് ഒരു ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുകയും അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിരാകരിക്കുകയും ചെയ്തതിനെ തുടർന്ന് അദ്ദേഹം അപ്പീലുമായി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ആ കേസ് നാളെ, അതായത് 30/9/2024 പരിഗണനയ്ക്ക് വരികയാണ്. നാം ഓർക്കേണ്ട കാര്യം, ഈ അപ്പീൽ എന്ന് പറയുന്നത് ഹൈക്കോടതി വിധിക്ക് എതിരായിട്ടാണ്. ഹൈക്കോടതിക്ക് തെറ്റുപറ്റി എന്നായിരിക്കും അതിലെ പ്രധാന വാദം. ഈ കേസിനെ സംബന്ധിക്കുന്ന ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റാൻസസ് അതുപോലെ തന്നെ നിലനിൽക്കും എന്ന് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ വളരെ മനസ്സിരുത്തി തന്നെ ഹൈക്കോടതിയുടെ ജഡ്ജ്മെൻറ്റിലൂടെ കടന്നു പോവുകയുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയേണ്ടത് അതിജീവിതയുടെ പരാതി തന്നെയാണ്. ഈ മുൻകൂർ ജാമ്യാപേക്ഷയും മറ്റും മുന്നിൽ കണ്ടുകൊണ്ട് വളരെ സമർത്ഥമായിട്ടും ബുദ്ധിപൂർവവും ആണ് അതിജീവിത തൻ്റെ പരാതി തയ്യാറാക്കിയത്. അത് ഹൈക്കോടതിയുടെ വിധിയിലേക്ക് നയിച്ച ഒരു പ്രധാന കാര്യമാണ്. പ്രതിക്ക് വേണ്ടി ഹാജരായത് കേരളത്തിലെ തന്നെ ഏറ്റവും മുതിർന്ന പ്രഗത്ഭനായ അഡ്വക്കേറ്റായ ശ്രീ രാമൻ പിള്ള ആയിരുന്നു. എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അദ്ദേഹത്തിന് 2-3 പ്രധാനപ്പെട്ട വാദങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ആദ്യത്തെ വാദം എന്ന് പറയുന്നത് 2016 നടന്ന ഒരു കുറ്റകൃത്യത്തെ സംബന്ധിച്ച് പരാതി നൽകിയത് 2024 മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു കള്ളപ്പരാതിയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കക്ഷിയെ അറസ്റ്റ് ചെയ്ത് ഇൻട്രോഗേറ്റ് ചെയ്ത് തെളിവെടുക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം നൽകണമെന്ന് ആയിരുന്നു. രണ്ടാമതായി അദ്ദേഹം വാദിച്ചത് തൻ്റെ കക്ഷി പെനട്രേറ്റീവ് സെക്സ് നടത്തിയതായി അതിജീവിതയ്ക്ക് പരാതി ഇല്ലാത്തതിനാൽ സെക്ഷൻ 375 അട്രാക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ്. മൂന്നാമതായി അദ്ദേഹം വാദിച്ചത് അതിജീവിത ഒരു ഔട്ട്സ്പോക്കൺ ലേഡി ആണെന്നും അവർ നിരന്തരം തൻ്റെ കക്ഷിയെയും മറ്റു പലരെയും ഫേസ്ബുക്കിലൂടെയും മറ്റും അവരുടെ ഇമേജ് ടാർണിഷ് ചെയ്തുകൊണ്ടുള്ള പോസ്റ്റുകൾ ഇടുന്നതായും ആയിരുന്നു. അല്ലാതെ കാര്യമായ ഒരു വാദങ്ങളും ഈ കേസിൽ സിദ്ദിഖിന് വേണ്ടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. കൂടാതെ അദ്ദേഹത്തിൻ്റെ വാദങ്ങളെ സാധൂകരിക്കാനായി ഒരു സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റ് ഹാജരാക്കട്ടെ. അത് കോടതി തള്ളിക്കളഞ്ഞു എന്ന് മാത്രമല്ല, അതേ ജഡ്ജ്മെൻറ്റിലെ ഒരു ഭാഗം എടുത്ത് പ്രതിക്കെതിരെ പ്രയോഗിക്കുകയും ചെയ്തു എന്നുള്ളതാണ് വളരെ വിചിത്രമായ ഒരു സംഭവം. എന്നാൽ സർക്കാരിന് വേണ്ടി ഹാജരായ പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞത് അതിജീവിതയുടെ പരാതി തന്നെ പരിശോധിച്ചാൽ സെക്ഷൻ 375 അട്രാക്റ്റ് ചെയ്യപ്പെടും എന്നാണ്. അന്വേഷണത്തിൽ പ്രതിയും അതിജീവിതയും ഒരുമിച്ച് മാസ്കറ്റ് ഹോട്ടലിൽ ഉണ്ടായിരുന്നതിന് ഡോക്യുമെൻ്ററി എവിഡൻസ് മാത്രമല്ല സാക്ഷികളും ഉണ്ട് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതിജീവിതയ്ക്ക് വേണ്ടി ഹാജരായ വക്കീലും ഏകദേശം പബ്ലിക് പ്രോസിക്യൂട്ടറുടെ അതേ ലൈനിൽ തന്നെ വാദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഈ പ്രതിക്കെതിരെ ഒരു തെളിവ് തന്നെ ഉണ്ട്, അദ്ദേഹത്തിന് ഈ കേസുമായിട്ട് ഡയറക്റ്റ് ബന്ധം ഉണ്ട് എന്നും പറയുകയുണ്ടായി. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ വാദങ്ങളെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ട് പ്രതിക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് രാമൻ പിള്ളയുടെ വാദങ്ങൾ കാര്യകാരണസഹിതം സുപ്രീം കോടതി ജഡ്ജിമെൻറ്റുകളുടെ വെളിച്ചത്തിൽ തള്ളിക്കളയുകയാണ് ഉണ്ടായത്. കൂടാതെ ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു, പ്രതിക്ക് വേണ്ടി ഹാജരാക്കപ്പെട്ട ഒരു സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് ഞാൻ വായിക്കേണ്ടായി. വളരെ ലെങ്തി ആയിട്ടുള്ള ജഡ്ജ്മെൻറ്റാണ്. അതിലെ ഫാക്ട് സിറ്റുവേഷനും ഈ കേസിലെ ഫാക്ട് സിറ്റുവേഷനും തമ്മിൽ യാതൊരുവിധ ബന്ധവും ഇല്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി
ഈ കേസിലെ എല്ലാ വസ്തുതകളും യുക്തിപൂർവം പരിഗണിക്കുകയും ഈ കേസിലെ ഓരോ ഡോക്യുമെൻറ്റും വളരെ മെറ്റിക്കുലസായി പരിശോധിക്കുകയും ചെയ്തതിന് ശേഷം ആണ് പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞിരിക്കുന്നത്. ആ ജഡ്ജിമെൻറ്റ് വായിക്കുന്ന ആർക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ ജുഡീഷ്യസ് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റാണ് ഹൈക്കോടതി പുറപ്പെടുവിച്ചത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഉത്തരവിന് എതിരെയും ഈ ഉത്തരവിലെ കുറ്റങ്ങളും കുറവുകളും ചൂണ്ടിക്കാണിച്ചും കൊണ്ടായിരിക്കുമല്ലോ ഒരു അപ്പീൽ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു കുറ്റമോ കുറവോ കണ്ടുപിടിക്കാൻ വളരെ വളരെ പ്രയാസമാണ് എന്നുള്ളതാണ്. കൂടാതെ ഈ കേസിൽ ഉള്ള ഫാക്ട്സ്, സിറ്റുവേഷൻസും സർക്കംസ്റ്റാൻസസും നാളെയും സുപ്രീം കോടതി മുമ്പേയും അതുപോലെ തുടരും എന്നുള്ളതും വളരെ പ്രസ്താവ്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് സുപ്രീം കോടതി മുമ്പാകെ എത്ര പ്രഗത്ഭരായ വക്കീലന്മാർ നാളെ ഹാജരായാലും, സിദ്ദിഖിന് വേണ്ടി ഹാജരായാലും, ഈ ഹൈക്കോടതി ഉത്തരവിനെ കോഷ് ചെയ്തുകൊണ്ട് ഒരു മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടും ഉള്ള ഒരു ഉത്തരവ് കിട്ടുക എന്ന് പറയുന്നത് വളരെ വളരെ റിമോട്ടായ ഒരു കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്ര ശക്തമായ രീതിയിൽ വാദങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ടും അതിന് തൻ്റേതായ നിഗമനത്തിൽ എത്താനുള്ള കാരണങ്ങൾ പ്രത്യേകം ചൂണ്ടിക്കാണിച്ചുകൊണ്ടും ആണ് ഹൈക്കോടതി ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നത്. അത് നിയമപരമായ ഒരു ഉത്തരവാണെന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും നമുക്ക് കുറച്ച് മണിക്കൂറുകളിൽ കൂടി കാത്തിരിക്കാം. എന്താണ് സിദ്ദിഖിൻ്റെ ഭാവി എന്ന് അറിയാം. നന്ദി, നമസ്കാരം.